വധശ്രമക്കേസിലും ഗുണ്ടാ നിയമ നടപടികളിലും പ്രതിയായ ബി.ജെ.പി. കൌൺസിലർ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കർശനമായ പ്രതികരണമാണ് നടത്തിയത്. കേരളത്തിൽ നിയമം കയ്യിലെടുക്കാൻ ആര് ശ്രമിച്ചാലും അത് അമർച്ച ചെയ്യുമെന്നും പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ കള്ളക്കഥകൾ മെനയുന്നവരെ വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഉത്സവപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കി ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിലും മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ സുഗതനെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അറസ്റ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും സുഗതനെതിരെ പുതിയ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10 വർഷം ഗുണ്ടകളുടെ പർദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവരൊക്കെ നിർദാക്ഷിണ്യം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പർദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോവുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ, അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട. അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരും തോക്കുന്നു അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിൻ്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ബി.ജെ.പി. ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവർ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിയമം ആര് പറഞ്ഞാലും ശരി, നിയമത്തിന്റെ വഴിക്ക് പോകും. കേസ് പ്രതിയാണെന്ന് തെളിവുണ്ടോന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് അത് പോലീസ് നോക്കിക്കോളൂന്നേ. അത് അല്ലെ കോടതി ചോദ്യം ചെയ്യാമല്ലോ. ഇതൊക്കെ കോടതിക്ക്, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിക്കും വിധേയമാണ്. അതൊക്കെ പോലീസും കോടതിയും നോക്കിക്കോളും. അല്ല, കോർപ്പറേഷൻ ഭരണം ആര് അട്ടിമറിക്കാനാണ്? അവരെ ഭരിച്ചോട്ട് ആരാൻ എതിർപ്പുണ്ടോ ആർക്കേലും? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നാട്ടിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാനുള്ള സർക്കാരിന്റെ പോലീസിന്റെ ചുമതലയാണ്. അത് ഞങ്ങൾ നടപ്പാക്കും.